പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ശുശ്രൂഷയിൽ വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ട് ദൈവമഹത്വത്തിൽ, അതായത് നിത്യജീവനിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് യേശു വചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. തുടർന്ന് ഹൃദയം അസ്വസ്ഥമായവർക്ക് വിശ്വാസത്തിൽ ആകാൻ കഴിയില്ല എന്ന് യേശു നമ്മോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14:1 നമുക്ക് വായിച്ച് ധ്യാനിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവായ യേശു പറയുവാണ് ഹൃദയം അസ്വസ്ഥമായവരോട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടെന്ന്. കാരണം കർത്താവിനറിയാം, കർത്താവ് സൃഷ്ടിച്ചതാണ് നമ്മളെല്ലാവരെയും. നമുക്ക് ആർക്കും ഒരു സ്വസ്ഥതയും ഇല്ലെന്ന് കർത്താവായ യേശുവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അതിനുള്ള വഴിയാണ് പറഞ്ഞു തന്നത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുക, അതായത് യേശു ക്രിസ്തുവിലും വിശ്വസിക്കുക. ദൈവത്തിൽ, അവിടുത്തെ വചനമാകുന്ന യേശുവിലും സംശയം കൂടാതെ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത മാറുകയുള്ളൂ. യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായ പത്രോസിനെ തന്നെ യേശു അവിടുന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. മത്തായി സുവിശേഷം 14 അധ്യായം 18 മുതൽ 33 വരെ വായിക്കുമ്പോഴാണ് ആ കാര്യം നമുക്ക് വെളിപ്പെടുന്നത്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. യേശു പറഞ്ഞു, വരൂ. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് പത്രോസ് ഭയന്ന് ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ പത്രോസ് നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി പത്രോസിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? യേശുവും പത്രോസും വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ യേശുവിനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. നമുക്ക് ഇതിനെക്കുറിച്ച് ധ്യാനിക്കാം. പത്രോസിലേക്ക് കർത്താവിന് അല്പവിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കർത്താവ് ജലത്തിന് മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ, പുള്ളി കടലിലാണല്ലോ എപ്പോഴും ജീവിക്കുന്നത് പത്രോസിലിയ. പുള്ളിക്കൊരാഗ്രഹം, ഇത്രയും കാലം ഞാൻ വെള്ളത്തിൽ നീന്തി തുടിച്ച് നടന്നേച്ചു, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയ വെള്ളത്തിൽ താന്നു പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഈ വെള്ളത്തിൻ്റെ മീതെ ഒന്ന് നടന്നാൽ കൊള്ളാമെന്നൊരു തോന്നൽ. അതാണ് കർത്താവ് ജലത്തിന് മീതെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസിൻ്റെ ഒരു ആഗ്രഹം, എനിക്കൊന്ന് ജലത്തിന് മീതെ നടക്കണോ. വേഗം കർത്താവിനോട് പത്രോസിയെ ആവശ്യപ്പെടുവാണ്, കർത്താവെ, അങ്ങാണ് ജലത്തിന് മീതെ കൂടി വരുന്നതെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നെ അനുവദിക്കണമെന്ന്. അപ്പോൾ യേശു ഉടനെ എന്നെ പറഞ്ഞു, യാതൊരു തടസ്സവും കൂടെ വരാൻ പറഞ്ഞു. കേട്ട പാടെ കേൾക്കാത്ത പാടെ അദ്ദേഹം വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ജലത്തിൻ്റെ മീതെ കൂടെ നടക്കാൻ തുടങ്ങി. സാത്താൻ അടങ്ങിയിരിക്കുമോ? പത്രോസിനെക്കുറിച്ച് ശരിക്കും ബോധ്യമുള്ള സാത്താൻ അടങ്ങിയിരിക്കുമോ? ഉടനെ തന്നെ സാത്താൻ എന്ത് ചെയ്ത് അവൻ്റെ ഒരു കാറ്റം കൂടെ അഴിച്ചു വിട്ടു. പത്രോസ് ഇത് കണ്ടപ്പോൾ പേടിച്ച് വിറച്ചുപോയി. കാറ്റും കൂടെ ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ. വെള്ളം അതിനോടൊപ്പം ഉയരുമല്ല വെള്ളത്തിൽ. അപ്പോൾ സംശയം, ഞാൻ വെള്ളത്തിലാണല്ലോ നിൽക്കുന്നത്, ഞാൻ താന്നു പോകാത്ത ഭയങ്കര അത്ഭുതമാണല്ല എന്ന് തോന്നലല്ല, അപ്പം തന്നെ വെള്ളത്തിൽ താന്നു പോകുക. അപ്പോഴാണ് തോന്നിയത് കർത്താവ് മുമ്പിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചപേക്ഷിച്ചേക്കാം. ഉടനെ തന്നെ വിളിക്കണം, കർത്താവെ രക്ഷിക്കണേ. കർത്താവ് ഉടനെ കൈ നീട്ടി. കർത്താവ് എപ്പോഴും സാധുത്വമല്ല കർത്താവിന് ഉള്ളത്, എളിമയും സാധുത്വമല്ല ഉള്ളത്. മനുഷ്യൻ എത്ര തൻ്റെ ഇടം കാണിച്ചാലും, എത്ര ക്ഷിപ്രകോപം കാണിച്ചാലും, എത്ര വിചിത്രമായ പ്രവൃത്തികൾ കാണിച്ചാലും കർത്താവായ യേശു അതെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു മനുഷ്യനോട് എളിമ കാണിച്ചുകൊണ്ട് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വിക്രിയ കാണിച്ചാലും അവിടുന്ന് ക്ഷമിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ 76:10 പറയുന്നു, മനുഷ്യരുടെ ക്രോധം പോലും കർത്താവിൻ്റെ മുമ്പിൽ സ്തുതിയായി പരിണമിക്കുന്നു. അപ്പം നമ്മൾ എത്ര ക്രോധം കാണിച്ചാലും, എത്ര തട്ടിപ്പ് കാണിച്ചാലും, എത്ര വൈദഗ്ധ്യം കാണിച്ചാലും,
എത്ര ദേഷ്യം കാണിച്ചാലും, കോപം കാണിച്ചാലും, അരിശം കാണിച്ചാലും, തൻ്റെ ഇടം കാണിച്ചാലും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അത് സ്തുതിയായിട്ടാണ് മാറുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ നമ്മുടെ കൊച്ചു കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വികൃതിത്തരം കാണിക്കുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യണം. സഹിക്കാൻ പറ്റാത്ത വികൃതിത്തരമൊക്കെ ആണെങ്കിൽ നമ്മളവരെ ശാസിച്ച് നേരെയാക്കാൻ ശ്രമിക്കും. പക്ഷെ അല്ലാതെയുള്ള എന്തെങ്കിലുമൊക്കെ കുസൃതിത്തരവും അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള കുസൃതിത്തരമാണ് അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളവനെ പറ്റുന്നിടത്തോളം പ്രോത്സാഹിപ്പിക്കും. എന്നതുപോലെ കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവം പോലെയൊക്കെ തന്നെ ഏകദേശം. അത് കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന്. കർത്താവ് അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. നമുക്ക് ദേഷ്യം ഉണ്ടാവും, തൻ്റെ ഇടം ഉണ്ടാകും, നമുക്ക് അഹങ്കാരം ഉണ്ടാകും, എല്ലാം ഉണ്ടാകുമെന്ന് സൃഷ്ടിച്ച ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് സങ്കീർത്തനം അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ക്രോധം, മനുഷ്യരുടെ ക്രോധം പോലും ദൈവത്തിനുമുൻപിൽ സ്തുതിയായി പരിണമിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ പത്രോസ് താന്നു പോയപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് ഉടനെ തന്നെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കാണ് നമ്മളെല്ലാവരെയും നോക്കി പറയുന്നതാണ്. അല്പവിശ്വാസി, നീ സംശയിച്ചതെന്താണ്? യാക്കോബ് അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? യാക്കോബ് 1-ാം അധ്യായം 7-8 വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. സംശയമനസ്കരം, എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുതെന്ന്. അപ്പോൾ കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നതായ ഒരു അനുഗ്രഹം, ജലത്തിന് മീതെ കൂടി നടക്കാനുള്ളൊരു അനുഗ്രഹം പത്രോസിന് കൊടുത്തപ്പോൾ പത്രോസിൻ്റെ ഹൃദയം എന്ത് പറ്റി? ചഞ്ചലിപ്പുണ്ടായി. ചഞ്ചലിപ്പ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കൊടുത്ത അനുഗ്രഹം അപ്പാടെ കീഴോട്ട് പോയി. അതാണ് പത്രോസിന് സംഭവിച്ചത്. അപ്പോൾ സംശയം ഉണ്ടാകാൻ പാടില്ല, ചഞ്ചല പ്രകൃതി ഉണ്ടാകാൻ പാടില്ല. കർത്താവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം പോലും നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. തുടർന്ന് പത്രോസും യേശുവും വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. യേശു അവരുടെ വഞ്ചിയിൽ കയറിയപ്പോഴാണ് ഹൃദയത്തിൻ്റെ അസ്വസ്ഥത ശിഷ്യന്മാർക്ക് മാറി കിട്ടിയത്. അപ്പോൾ എന്തുണ്ടായി? ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ദൈവികത മനസ്സിലാക്കാൻ സാധിച്ചു. യേശു ദൈവമാണ്, ഇവൻ സാധാരണ മനുഷ്യനല്ല. അവൻ്റെ ദൈവികത എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവർക്ക് ബോധ്യം വന്നത്, ഇവൻ ആരാധിക്കേണ്ടവനാണ്, ഇവൻ നമ്മോട് ഒത്തുചേരേണ്ടവനാണ്, അവൻ നമ്മളോടും നമ്മൾ അവനോട് ഒന്നായി ചേരണമെന്നുള്ള ആ തോന്നൽ ശിഷ്യന്മാർക്കുണ്ടായി. അവരപ്പം തന്നെ അവരെ കുമ്പിട്ട് ആരാധിച്ചു. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശു ആരാധന. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നല്ലതാണ്. അസ്വസ്ഥമായ മനസ്സിൽ വിശ്വാസത്തിന് സ്ഥാനമില്ല എന്നുള്ളത് ഓർമ്മയുണ്ടാകണം. സങ്കീർത്തനം നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് സങ്കീർത്തനം പറയുന്നുണ്ട്. സങ്കീർത്തനം 37:7. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക, ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നതിനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. നമ്മൾ പലപ്പോഴും ദുഷ്ടൻ്റെ പ്രവർത്തികൾ കണ്ട് അസ്വസ്ഥരാകാറുണ്ട്. പത്രോസിലേക്ക് സംഭവിച്ചതുപോലെ. അവിടെ പത്രോസിയുടെ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെയായിപ്പോയി അദ്ദേഹത്തിന്. നമുക്കിതേപോലെ അവസരം ഉണ്ടാവും. നമ്മളും പലപ്പോഴും നഷ്ടധൈര്യരായിത്തീരും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ അസ്വസ്ഥത നമ്മളെ പിടിവിടും. യേശു നമ്മെ പഠിപ്പിക്കുകയാണ് അതിനെക്കുറിച്ച്. യേശു ആരാണെന്നും അവിടുത്തെ പിതാവ് സർവശക്തനായ ദൈവമാണെന്ന ബോധ്യവും നമുക്കില്ലാതെ വരുന്നത് കൊണ്ടാണ് ഹൃദയം അസ്വസ്ഥമാകുന്നതെന്ന്, നഷ്ടധൈര്യരാകുന്നതെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. യോഹന്നാൻ 14-ാം അധ്യായം 9 മുതൽ 12 വരെ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റൊരു ഭാഗം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവർ ചെയ്യും. എന്താണ് യേശുവിൻ്റെ പ്രവൃത്തികൾ? നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് യേശു ചെയ്ത പ്രവൃത്തി എന്താണ്? മത്തായി വിശേഷം 11-ാം അധ്യായം 5-ാം വചനം നമുക്ക് ശ്രദ്ധിക്കാം.
ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. പഴയ നിയമകാലത്ത് മുൻ പറഞ്ഞതായ ഈ കേട്ടതായ അത്ഭുതങ്ങളൊന്നും ആരും ചെയ്തതായിട്ട് കേട്ടിട്ടില്ല പഴയ നിയമത്തിൽ. അതുകൊണ്ടാണ് ഈശോ അവരോട് പറയുന്നത്, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഇതിനേക്കാൾ വലിയൊരു കാര്യം ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന അവസ്ഥ. പഴയ നിയമത്തിൽ ഒരിക്കലും ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കില്ലായിരുന്നു. ദരിദ്രന് സിനഗോഗിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനം മാത്രമേ സുവിശേഷത്തിനുള്ള അവകാശമുള്ളവരായിട്ട് കണ്ടിരുന്നുള്ളൂ. അവരുടേതാണ് ദൈവം. അവർ മറ്റുള്ളവർക്ക് ആ ദൈവത്തെ കൊടുക്കില്ലായിരുന്നു. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ യേശുവിനെ അന്വേഷിച്ച് വിജാതീയരും ഗ്രീക്കുകാരൊക്കെ വരുന്നതിൻ്റെ കാരണം തന്നെ അതുതന്നെയാണ്. ഇസ്രായേൽക്കാർ ഒരിക്കലും യഹോവയായ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കില്ലായിരുന്നു. സുവിശേഷവും അവർക്ക് കൊടുക്കില്ലായിരുന്നു. അത്രയും കാലം തോറയും പ്രവാചക ഗ്രന്ഥങ്ങളും സങ്കീർത്തനങ്ങളൊന്നും അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു. അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് യേശു ഇവിടെ എടുത്തു പറയുന്നത്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അത്രയും കാലം സുവിശേഷം കേൾക്കാതെ ദാരിദ്ര്യത്തിൽ, സുവിശേഷത്തെ പ്രതി ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ജനതകൾക്ക് സുവിശേഷം പ്രസംഗിച്ചു കൊടുക്കുന്നു കർത്താവായ യേശു. ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു ആ കാലയളവിൽ. അതുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ പിതാവായ ദൈവം എന്നിലൂടെ ചെയ്യുന്നതാണെന്ന് നിങ്ങൾ പോയി മറ്റുള്ളവരോട് പറയുക, നിങ്ങൾ വിശ്വസിക്കുക, അവരും വിശ്വസിക്കുക. എന്താണ് പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി പറയുന്നുണ്ട്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. എന്താണ് ഇവയേക്കാൾ വലിയവ? ഈ പറഞ്ഞു കേട്ടതിനേക്കാൾ വലിയവ. നമുക്കതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ അപ്പസ്തോലന്മാരായ പത്രോസ്ലീഹരുടെയും പൗലോസ്ലീഹരുടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-16. അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. കർത്താവ് പറഞ്ഞ വചനം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ പത്രോസിൻ്റെ നിഴൽ വീണാൽ മതിയായിരുന്നു, രോഗികളും പിശാച് ബാധിതരെല്ലാം സൗഖ്യപ്പെടുമായിരുന്നു. അനേകരങ്ങനെ രക്ഷപ്രാപിച്ചതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. തുടർന്ന് അപ്പോസ്തല പ്രവർത്തനം 19-12. പൗലോസ്ലീഹയുടെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ രോഗം അവരെ വിട്ടുമാറി. എന്താണ് ഈ കേട്ടത്? കർത്താവായ യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന ധാരാളം പേരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഇങ്ങനെ രോഗസൗഖ്യം കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇതങ്ങനെയല്ല. പൗലോസ്ലീഹ ഉപയോഗിച്ചിരുന്ന ടവല്, തുവാല കൊണ്ടേ രോഗികളുടെ മേൽ വെച്ച് കഴിഞ്ഞാൽ അവർ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. അപ്പോൾ കർത്താവായ യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരായ പത്രോസ്, പൗലോസ് സ്ലീഹന്മാർ നടന്നു പോകുന്ന വഴിക്ക് നിഴൽ വീണും കൂടാതെ അവരുടെ തുവാലയുടെ സ്പർശനമേറ്റമെല്ലാം രോഗികളെ കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വെച്ച് സൗഖ്യപ്പെടുത്തിയിരുന്നു. അവിടുത്തെ വചനം പൂർത്തിയാകാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ജീവൻ ചെയ്യുന്നത് വചനം മൂലമാണെന്ന് വചനത്തിലൂടെ ദൈവം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രഭാഷകൻ 39:16, പ്രഭാഷകൻ 42:15. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ദൈവം കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ, അതായത് വചനത്തിൽ നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ യേശുവാകുന്ന വചനം വഴിയാണ് പിതാവായ ദൈവം തൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. യോഹന്നാന്റെ വിശേഷം 3:18. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു വിശ്വസിക്കുന്ന ഒരുവന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ലെന്ന് റോമാലേഖനം 8:1 പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞതുപോലെ തന്നെ.
ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്താ കാരണം? രണ്ടാമത്തെ വചനം കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ശിക്ഷാവിധി ഇല്ലാതായി പോകുന്നതെന്നാണ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവിൻ്റെ നിയമം എന്ന് നമുക്ക് പരിശോധിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം വചനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവ് എന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്, ഇത് ഫ്രൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റാണ് എന്ത്? ജീവാത്മാവിൻ്റെ നിയമം എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? അത് നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സമാധാനം, ക്ഷമ, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ലെന്ന്, യാതൊരു നിയമവും ഇല്ല ഇവയ്ക്കെതിരായി. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയമം. യേശുവിൻ്റെ ജീവാത്മാവിൻ്റെ നിയമമാണ് കേട്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ നിയമം നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തെക്കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ 5-ാം അധ്യായം 19 മുതൽ 21 വരെ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്. 10-15 കൂട്ടം പിശാചുക്കളുടെ പേരാണ് അതിനകത്ത് പറയുന്നത്. നമ്മളെല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പിശാചുക്കളാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന്, അതൊരു നിയമത്തിൻ്റെ, നമ്മുടെ പിശാചിൻ്റെ നിയമമാണത്, പൈശാചിക ശക്തികളുടെ നിയമമാണത്. ആ നിയമത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്നു. എന്ത്? ജീവാത്മാവിൻ്റെ നിയമം. അപ്പോഴാണ് നമുക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പൂർണ്ണമാകുന്നതും അതുവഴി ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നു. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വിശ്വസിക്കാത്തവനോ, യോഹന്നാന്റെ വിശേഷം 3-ാം അധ്യായം 18-ൽ തുടർന്നുള്ള വചനമാണ്. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ആരാണ്? 2 പത്രോസ് 2-ാം അധ്യായം 4-ൽ പറയുന്നു. യൂദാലേഖനം 1-ാം അധ്യായത്തിൽ 6-ലും പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. 2 പത്രോസ് 2-ാം അധ്യായം 4-ൽ എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു. ദൈവത്തിന് മുമ്പിൽ നിന്നിരുന്ന ദൂതന്മാർ അനുസരണക്കുറവുകൊണ്ട് നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിലുള്ള അവിശ്വാസം നിമിത്തം അവരെ സ്വർഗത്തിൽ നിന്നെടുത്ത് പുറത്ത് കളഞ്ഞു. അടുത്തത് യൂദാലേഖനം 1:6 പറയുന്നു. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ, ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ട് ജീവിക്കേണ്ടവർ, അവർക്ക് സ്വാതന്ത്ര്യം വേണം. അവർക്ക് ദൈവം പറയുന്നതൊന്നും അനുസരിക്കാൻ കഴിയില്ല. തൻ്റെ ഏകജാതനായ യേശുവിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വന്തം നില അവർ മറന്നു കളഞ്ഞു. അവരുടെ നില എന്തായിരുന്നു? ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന നില മറന്ന് അവർ പൈശാചിക ശക്തികളായിട്ട് രൂപാന്തരപ്പെട്ടു. അവരുടെ വാസസ്ഥാനം സ്വർഗം അവർ ഉപേക്ഷിച്ച് കളഞ്ഞ് ആ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ, അതായത് അന്ത്യവിധി വരെ ദൈവം അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. ഇങ്ങനെ ദൈവം ചെയ്യാൻ ഈ ദൂതന്മാർ ചെയ്ത തെറ്റെന്താണെന്ന് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 12 വരെ എൻ്റെ സഹോദരങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. വെളിപാട് പുസ്തകം 12, 1 മുതൽ 12 വരെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ ദൈവദൂതന്മാർ ചെയ്ത തെറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്തത് മാരക പാപമാണെന്ന് ഈ ദൂതന്മാർക്കുണ്ടായ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ കാരണം നമുക്ക് നോക്കാം. യോഹന്നാന്റെ വിശേഷം 3:16. യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ദിവ്യമായ സ്നേഹം നാം കണ്ടില്ലെന്ന് നടിച്ചാലോ? അത് മഹാപാപമാണ്. ഈ പാപത്തിൻ്റെ വേദന എന്തായിരിക്കും? നിത്യമരണം. റോമാലേഖനം 6-ാം അധ്യായം 22-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പാപത്തിൻ്റെ വേദന മരണമാണ്. അപ്പോൾ നമ്മൾ
കർത്താവായ യേശുവിൽ വിശ്വസിക്കാത്തത് മഹാപാപമാണെന്നാണ് വചനത്തിലൂടെ യേശു തന്നെ നമ്മളെ അറിയിച്ചത്. പിതാവായ ദൈവത്തിൻ്റെ വചനമായിട്ട് നമ്മളെ അറിയിച്ചിരിക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ വന്ന യേശുവിനെ നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എന്തായിരിക്കും? നിത്യമരണം. യൂദാലേഖനം, യൂദാസിലേക്ക് ഒരു അധ്യായം ലേഖനമേ ഉള്ളൂ, 1 അധ്യായം 5 വചനം ഇങ്ങനെ പറയണത്: ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു കളഞ്ഞു. ഈ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 14 അധ്യായം 22 മുതൽ 45 വരെ എൻ്റെ സഹോദരങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. തുടർന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ ആയിരിക്കണമെന്ന് വിശുദ്ധ പൗലോസിയ നമ്മളോട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 2 കൊരിന്ത്യർ 6 അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരിക, അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാം. യേശു പറയുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമായിട്ട് ജീവിക്കുന്ന നമുക്ക് അവിശ്വാസികളായിട്ട് എന്താ കൂട്ടുചേരലുള്ളത്? നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ദൈവത്തോടൊന്നായി ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ശരണപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ അവിശ്വാസികളായിട്ട് നമ്മൾ കൂട്ടിച്ചേരരുത്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അവിശ്വാസികളുമായിട്ട് കൂട്ടിച്ചേർന്നാൽ നമ്മുടെ വിശ്വാസം പയ്യെ പയ്യെ ചോർന്നു പോകും. നമ്മളും അവരെ പോലെ ആയിത്തീരും. പ്രഭാഷകൻ്റെ പുസ്തകം 13:1: കീഴ് തൊട്ടാൽ കറപറ്റും, അഹങ്കാരിയോട് കൂട്ടിയേർന്നാൽ നീയും അവനെ പോലെ ആയിത്തീരും എന്ന വചനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. നമ്മൾ റോഡ് പണിക്ക് വേണ്ടി മെറ്റലിൻ്റെ കൂടെ ഇടുന്ന ഒരു പെട്രോളിയം പദാർത്ഥമാണ് കീലെന്ന് പറയുന്നത്. അതിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ അത് നമ്മുടെ കയ്യെ പറ്റിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഇട്ട് തേച്ചാൽ അത് പോകില്ല. ഈവൻ മണ്ണെണ്ണ ഇട്ട് വരച്ചാൽ, പെട്രോൾ ഇട്ട് കഴിയാൽ പോലും അത് പോകാൻ ബുദ്ധിമുട്ടാണ്. കറുത്ത പാടവിടെ തന്നെ ഉണ്ടാവും. തൊലി ചെത്തിക്കളണം. പിന്നെ എന്നതുപോലെയാണ് അഹങ്കാരിയോട് കൂട്ടിയേർന്നാൽ നമ്മളും അവനെ പോലെ ആയിത്തീരുന്നു. അപ്പോൾ നമ്മൾ അഹങ്കാരിയോടുള്ള കൂട്ട് ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം അവിശ്വാസികളായിട്ടുള്ള കൂട്ട് ഉപേക്ഷിച്ച് കളയണം. ഭൂരിഭാഗം അവിശ്വാസികളും അഹങ്കാരികളായിരിക്കും. കാരണം അവരുടെ അഹങ്കാരം കൊണ്ടാണ് ദൈവത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത്. ഞാനാണ് ദൈവം എന്നാണ് അവരുടെ വിശ്വാസം. അവർ തന്നെയാണ് ദൈവം എന്നുള്ള ബോധ്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർ ദൈവത്തെ അംഗീകരിക്കാതെ വരുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ അവിശ്വാസികളുമായിട്ടുള്ള കൂട്ട് ഉപേക്ഷിക്കണം. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തം ഉള്ളതെന്ന്. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അനീതി എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ അരുവിയിൽ നിന്ന്, അന്ധകാര ശക്തിയിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. പ്രകാശത്തിന് അന്ധകാരവുമായിട്ട് എന്ത് കൂട്ടുകെട്ടാണുള്ളതെന്ന്. പ്രകാശം വന്നു കഴിയുമ്പോൾ അന്ധകാരം ഒളിച്ചു കളയും. അപ്പോൾ അത് നമ്മൾ കൂട്ടിയേരില്ല. ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളതെന്ന്. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ആണ്. മരണമില്ലാത്തവനാണ്. ബലിയാലെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ അധികാരിയാണ്. ബലിയാൽ അവനുമായിട്ട് എന്ത് പൊരുത്തമാണുള്ളതെന്നാണ്, എന്ത് യോജിപ്പാണുള്ളതെന്നാണ് പൗലോസിയ ചോദിക്കുന്നത്. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്താണ് ഈ പൊതുവിലുള്ളത്? പൊതുവിൽ ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ പൊതുവിൽ അവിശ്വാസിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശ്വാസി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവനുള്ളതായ വിശ്വാസവും കൂടി ചോർന്നു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള പൗലോസിയ പറഞ്ഞ ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. 1 കൊരിന്ത്യർ 3:17 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നതിന് ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയം. നമ്മൾ അതിനെ നശിപ്പിക്കാനായിട്ട് മുതിർന്നാൽ അവിശ്വാസികളെ കൂട്ടിയേരുമ്പോൾ അത് നശിച്ചു പോകും. ദൈവത്തിൻ്റെ ആലയം ദൈവം നമ്മെ നശിപ്പിച്ച് കളയുമെന്നാണ് പൗലോസ് പറയുന്നത്. തുടർന്ന് അശുദ്ധിയെക്കുറിച്ച് പറയുന്നത്, അശുദ്ധമായതെന്ന് നിങ്ങൾ തുടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകം 11 അധ്യായം 1 മുതൽ വായിച്ചു നോക്കിയാൽ എന്താണ് അശുദ്ധമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ ചിലർ ചോദിച്ചേക്കാം, അത് പഴയ നിയമമല്ലേ, അത് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമുണ്ടാകും. കർത്താവായ യേശു മത്തായി സുവിശേഷം 5:17 പറയുന്നു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നതെന്ന്. അപ്പോൾ പഴയ നിയമത്തിലുള്ള ഒന്നും കർത്താവ് എടുത്തു കളയുന്നില്ല. അത് നിയമജ്ഞരും ഫരിസേയരെ കൂടി വളച്ചൊടിച്ചത് മാത്രമേ കർത്താവ് എടുത്ത് കളഞ്ഞുള്ളൂ. അല്ലാത്തതൊന്നും മോശ വഴി നൽകപ്പെട്ട ഒരു നിയമവും കർത്താവായ യേശു എടുത്ത് കളഞ്ഞിട്ടില്ല. നമുക്കത് പരിശോധിച്ച് നോക്കി അറിയാൻ സാധിക്കും. അതിനൊന്നുകൂടി പൊലിപ്പിക്കുക ചെയ്തു. എങ്ങനെ? ചിന്ത കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും പഴയ നിയമത്തിലുള്ള ഒരു നിയമവും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്ന് കർത്താവ് നമ്മൾ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. റോമാലേഖനം 14:23, വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാവമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് എന്തെങ്കിലും ചിന്തയോ സംസാരമോ പ്രവൃത്തിയോ ഉപേക്ഷയോ നമ്മളിലുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി സത്യദൈവമായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള മേഖലയിലേക്ക് പൂർണ്ണമായി വരാൻ ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടതായ വചനങ്ങൾ നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ദൈവത്തോട് വിശ്വസ്തയുള്ളതായ ആയിരിക്കണമെന്നാണ് നമ്മളെ ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നമുക്ക് കൃപ ചൊരിയണമെങ്കിൽ നമ്മൾ വിശ്വസ്തതയുള്ള വിശ്വാസിയായിരിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്കായി അതിനുവേണ്ടി അയച്ചു തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ വിശ്വാസത്തിൽ വിശ്വസ്തതയുള്ളവരായി തീരാനും അവിശ്വാസികളുമായിട്ടുള്ള കൂട്ട് പൂർണ്ണമായി ഉപേക്ഷിക്കാനും അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഹൃദയത്തെ സ്വീകരിക്കുവാനും അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളായി ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സത്യദൈവവും സത്യമനുഷ്യനായ യേശു ക്രിസ്തുവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവമേ സ്തോത്രം, യേശുവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ സ്തോത്രം. ഹല്ലേലൂയ.